സർവശക്തനായ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു: അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നതാണ് നമുക്ക് അവനുള്ള ഉറപ്പ്. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ ആഗ്രഹം നാം അനുഗ്രഹം പ്രാപിക്കണം എന്നാണ്. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം കർത്താവിന്റെ അടുക്കൽ ചെല്ലണം. അവിടുത്തെ ആരാധിക്കുകയും അവിടുത്തെ അനുസരിക്കുകയും ചെയ്യണം. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വന്നെന്ന് വരാം, എന്നാൽ അത് പ്രതീക്ഷിക്കരുത്. കഷ്ടതയിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ കർത്താവും നമ്മോട് ചേർന്ന് നിൽക്കും. ഇല്ലാത്തതിനെ പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ ഉള്ളതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്ക് പരിശീലിക്കാം. ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ ഓരോന്നായി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പലരും വിചാരിക്കുന്നുണ്ടാവും, ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടതില്ല, ദൈവം എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു എന്ന്. ഇത് സത്യമായ കാര്യമാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് തന്റെ മക്കൾ, തന്റെ ജനം ദൈവത്തോട് ആവശ്യങ്ങൾ പറയണം എന്നാണ്. ആ പറയുന്ന കാര്യങ്ങളിൽ നമുക്കൊരു ഉറപ്പുണ്ടാകണം. ദൈവം എനിക്ക് വേണ്ടി ഈ കാര്യം ചെയ്തു തരും എന്ന ഉറപ്പ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5-ാം അധ്യായം 14-ാം തിരുവചനം വ്യക്തമാക്കുന്നത്: അവന്റെ ഇഷ്ടത്തിനനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടുന്ന് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും എന്നതാണ് നമുക്ക് അവനുള്ള ഉറപ്പ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന കർത്താവായ യേശുവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉദ്ധാനം ചെയ്ത യേശുവിനെ നമുക്ക് പുകഴ്ത്താം. അവിടുത്തെ നമുക്ക് ആരാധിക്കാം. ദൈവ കുഞ്ഞാടായ കർത്താവായ യേശു, സകലത്തിന്റെ മേൽ അധികാരമുള്ള നമ്മുടെ ദൈവം കർത്താവിനെ ഈ നിമിഷം നമുക്ക് ആരാധിക്കാം. അവിടുത്തെ നാമം മഹത്വപ്പെടുത്താം. ഓ യേശുവേ, പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആമേൻ, ഹല്ലേലൂയ. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആമേൻ, ഹല്ലേലൂയ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലാം. അവിടത്തോട് നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കും. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താവിനെ. ആമേൻ, ഹല്ലേലൂയ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്നേഹത്തോടെ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലാം. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്ക് പൂർണ്ണമായും സ്നേഹിക്കാം. അവിടുത്തെ നമുക്ക് ആരാധിക്കാം.
അവിടത്തേക്ക് നന്ദി പറയാം. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യൻ. ആമേൻ. ഹല്ലേലൂയ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ. ആരാധിക്കാം. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. രാജാവി രാജാവായി വീണ്ടും വരുന്ന നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ ഈ നിമിഷം നമുക്ക് ആരാധിക്കാം. അവിടുത്തെ നാമത്തെ ഉയർത്തും നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. യേശുവിനെ സത്യസുവിശേഷത്തെ ഹല്ലേലൂയ. നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ആമേൻ. ആമേൻ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ, നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിക്കുകയും നിങ്ങളുടെ യാചനകൾക്ക് കർത്താവ് ഉത്തരം നൽകുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.